മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. രൂപവും ഭാവവും നോക്കാതെ തന്നെ മാറോടു ചേർക്കുവാൻ വിളിച്ചതല്ലേ. നിന്നെ സ്വന്തമായി നേടുവാൻ വന്നതല്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മുതലുള്ള 1-2 വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് 2:12 മുതൽ. പെർഗമസിലെ സഭയുടെ ദൂതന് എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഓരോ സഭയെക്കുറിച്ചും കരുണയുള്ള കർത്താവ് സംസാരിക്കുമ്പോൾ അവരുടെ നന്മ എടുത്തു പറയുന്നുണ്ട്. കർത്താവ് എല്ലാം കാണുന്നുണ്ട്. ആ സഭയുടെ മേന്മകൾ എടുത്ത് പറയുന്നുണ്ട്. സഭയുള്ള ചില സഭയിലുള്ളവരുടെ മേന്മകൾ, അവരുടെ സദ്ഗുണങ്ങൾ എല്ലാം കർത്താവ് എടുത്ത് ഉയർത്തി പറയുന്നുണ്ട്. എന്നാൽ ഇതെങ്ങനെയെല്ലാം ഉണ്ടെങ്കിലും ഇതിന് ഇന്നത്തെ അവസ്ഥ ഇന്നതാണ് എന്ന് കർത്താവ് പറയുന്നു.
എഫേസസ് സഭയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, പല നന്മകൾ നിന്നെക്കുറിച്ച് പറയാനുണ്ട്, പക്ഷേ നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. 7 നന്മകൾ എഫേസസ് സഭയ്ക്കുണ്ടെങ്കിലും ഒരു തിന്മ ആദ്യ സ്നേഹത്തിൽ പോയി. അതുകൊണ്ട് നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീങ്ങാൻ പോകുന്നു, അപകടം പതിയിരിക്കുന്നു, നാശം വരാൻ പോകുന്നു കർത്താവ് പറഞ്ഞു. ഓരോ സഭയോടും ഇങ്ങനെയാണ്. ഓരോ സഭയോടുള്ള ദൂത് വായിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. സ്മർണ സഭ ഒരു പീഡിത സഭയാണ്. കർത്താവ് അവരെക്കുറിച്ച് കാര്യമായി കുറ്റം പറയുന്നില്ല. സ്മർണ സഭയെക്കുറിച്ച് കർത്താവ് സന്തോഷിക്കുന്നുണ്ട് സഭയെക്കുറിച്ച്. കാരണം അവർ പീഡ അനുഭവിക്കുന്നു, എന്നിട്ടും വിശ്വാസം നിഷേധിച്ചില്ല. വിശ്വാസം കൈവിട്ട് കളഞ്ഞില്ല, പീഡ അനുഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനേകം ആളുകളിൽ നിന്നും പീഡ അനുഭവിക്കുന്നവരുണ്ട്, യാതന അനുഭവിക്കുന്നവരുണ്ട്. എന്തുമാത്രമാണ് മനുഷ്യൻ ദുരിതം അനുഭവിക്കുന്നത്. ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എങ്ങനെയാണ്. ആത്മഹത്യക്ക് പുറപ്പെട്ടു, ചെയ്തു, പക്ഷേ ആത്മഹത്യ നടന്നില്ല, ഭാഗ്യം, രക്ഷപ്പെട്ടു. അങ്ങനെയുള്ളവരൊക്കെ അവരുടെ ജീവിതത്തിൽ എന്ത് യാതന സഹിച്ചാണ് ആത്മഹത്യയിലേക്ക് എത്തിയത്. സമാധാനമില്ല മനുഷ്യന്. എന്തെല്ലാം ഉണ്ടെങ്കിൽ സമാധാനമില്ല. എല്ലാം ഉണ്ട്, എനിക്കറിയാം, എല്ലാം ഉണ്ട്. പണമുണ്ട്, വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, നല്ല ചുറ്റുപാടുകളുണ്ട്, നല്ല ബന്ധുബലവുമുണ്ട്, ഉന്നതന്മാരുടെ സഹിത്വവും ഉന്നതന്മാരുടെ ബന്ധവുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സമാധാനം മാത്രമില്ല. വലിയ സൗകര്യങ്ങളിൽ ജീവിക്കുന്നവർ, അവരും ഉള്ളിൽ സമാധാനമില്ല. ഇങ്ങനെ വലയുന്നു. പക്ഷേ കർത്താവ് ആ സ്മർണ സഭയിലെ ജനത്തെക്കുറിച്ച് കർത്താവിന് വ്യക്തമായി ഇന്ന കുറ്റം നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നില്ല. ഭാഗ്യം. ഈ ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂത് നോക്കിയാൽ ഫിലഡൽഫിയ സഭയോടുള്ള ദൂതിലും സ്മർണ സഭയോടുള്ള ദൂതിലുമാണ് കർത്താവ് പ്രത്യേകിച്ച് ഒരു കുറ്റം എടുത്തു പറയാത്തത്. കർത്താവിൻ്റെ ആശ്വാസം നമ്മളെപ്പോൾ ഓർത്തുകൊള്ളണം. ഹൃദയം കാണുന്ന ക്രിസ്തുവിനെ ഞാൻ ഒരു ആശ്വാസപുത്രനായിരിക്കും, ഞാൻ സമാധാനപുത്രിയായിരിക്കും. ഹൃദയം കാണുന്ന ക്രിസ്തുവിന്, എൻ്റെ ഉള്ളു കാണുന്ന ക്രിസ്തുവിന് ഞാൻ ആശ്വാസമായിരിക്കും. ഇത് നമ്മുടെ ഹൃദയത്തിലൊരു തീരുമാനമാകേണ്ടതാണ്. ലളിതമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ അത് പ്രായോഗികമാക്കാൻ വളരെ പ്രയാസമാണ്. ക്രിസ്തുവിന് ആശ്വാസമായി ഞാൻ നിൽക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിന് സമാധാനമായി ഞാൻ നിൽക്കും. കർത്താവിന് എന്നെ നോക്കുമ്പോൾ വേദനിക്കേണ്ട വരികയില്ല. അത് നിങ്ങളുടെ ഒരു വ്രതമായി നിങ്ങളെടുക്കണം. യേശുക്രിസ്തു എല്ലാം കാണുന്നു. യേശുക്രിസ്തു എന്നെ നോക്കുമ്പോൾ കർത്താവിന് ദുഃഖം വരികയില്ല, കർത്താവ് വേദനിക്കേണ്ട വരികയില്ല, കർത്താവ് എൻ്റെ നാശം കണ്ട് ദുഃഖിക്കേണ്ട വരികയില്ല. ദൈവം ദുഃഖിക്കുന്നു പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാനൊരു വലിയ പടുകുഴിയിലേക്ക് വീഴാൻ പോകുമ്പോൾ കർത്താവ് അത് കാണുന്നു. കർത്താവ് വേദനയോടെ അയ്യോ വിളിച്ചു പറയുന്നു, അയ്യോ നിൽക്കേ പോവല്ലേ, അങ്ങനെ ഒരു ചൂട് വെച്ചാൽ നീ കുഴിയിൽ വീഴും എന്ന് പറയുന്നു. അത് എന്നോടുള്ള സ്നേഹമാണ്. ആ കുഴിയിലേക്ക് ഞാൻ വീണ് കഴിഞ്ഞാലോ കർത്താവ് എങ്ങടിച്ച് കരയും. എന്തുകൊണ്ട്? ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവം ദുഃഖിക്കുന്നു പറയുന്നത് നമുക്ക് വരുന്ന ദുരന്തം കണ്ടാണ്. നമുക്ക് ഓരോരുത്തർക്കും വരുന്നതായ ദുരിതങ്ങൾ, വരാൻ പോകുന്ന ദുരിതങ്ങൾ കണ്ടാണ് കർത്താവ് ദുഃഖിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളുടെ ബാഹുല്യം കൊണ്ട് നമുക്ക് നേടാൻ പോകുന്നതായ ദുരിതങ്ങളും യാതനകളും വരാൻ പോകുന്ന ഭീകരമായ വിപത്തുകളും കർത്താവ് മുൻകൂട്ടി കാണുന്നത് കൊണ്ടാണ് നമ്മെ ദുഃഖിക്കുന്നത്. നമ്മുടെ പാപത്തെ കണ്ട് കർത്താവ് ദുഃഖിക്കുന്നത് അതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ഒരു കാരണവശാലും ദുഃഖിപ്പിക്കരുത്. ഒരു കാരണവശാലും എന്തെല്ലാം പോയാലും ശരി, എന്തെല്ലാം നഷ്ടം വന്നാലും ശരി, എൻ്റെ യേശു എന്നെക്കുറിച്ച് കരയാനിട വരുത്തുകയില്ല. യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ യേശു എന്നെക്കുറിച്ച് ഏങ്ങലിരിക്കേണ്ട വരികയില്ല. കർത്താവ് ശ്വാസം മുട്ടിയോടെ ഇരിക്കാനിട വരികയില്ല. തീരുമാനം എടുക്കണം. യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത്, കർത്താവ് വലിയ പുകയുള്ള മുറിയിൽ ഒരാൾ കഴിക്കൂടിയാൽ ആ പുകയിൽ നിന്ന് എത്രയും വേഗം പുറത്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു പറയുന്നത് പോലെ ശ്വാസം മുട്ടി കർത്താവ് ഇരിക്കേണ്ട വരരുത്. പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയുകയും വരുത്. ദൈവം കത്തിച്ചെന്ന ദൈവമുണ്ട്, കർത്താവ് കത്തിച്ചെന്ന ദൈവം. ആ ദൈവം കെടുത്തിക്കളയരുത്, ഞാനായിട്ട് കെടുത്തിക്കളയരുത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രാവശ്യം കൂടി വരുമ്പോൾ ഒരു ദീപം തരുന്നുണ്ട്, ഒരു വെളിച്ചം തരുന്നുണ്ട്. വെളിച്ചം വചനമാണ്. വചനം തരുന്നുണ്ട്. ഈ വചനം നിങ്ങൾ കിട്ടുമ്പോൾ ആ വചനത്തിന് കേടുവരുത്താതെ സൂക്ഷിക്കണം. നമ്മുടെ ഉത്തരവാദിത്വമാണ് അത്. എൻ്റെ ജീവിതത്തിൽ കേടുവരാതിരിക്കണം, എൻ്റെ ജീവിതത്തിൽ അബദ്ധം പറ്റാതിരിക്കണം, എൻ്റെ ജീവിതത്തിൽ അവിവേകം വരാതിരിക്കണം, എൻ്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും അലസത വരാതിരിക്കണം. എൻ്റെ ജീവിതം എല്ലാം കാണുന്ന എന്നെ ഭൂമിയെ സൃഷ്ടിച്ചാക്കിയ ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കാനായിട്ട് ഞാൻ ഇതാ വേർതിരിച്ച് വെച്ചിരിക്കുന്നു. ഇനി അതിൽ നിന്ന് പുറകോട്ട് മാറുകയില്ല. ഈ ഒരു വലിയ നിർബന്ധം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം, വലിയൊരു നിർബന്ധം. ദൈവത്തിന് സ്തോത്രം. ഈ പെർഗമോസ് സഭയ്ക്കുള്ള ദൂതിൽ അവരുടെ നന്മകൾ എടുത്ത് പറയുന്നുണ്ട്. നന്മകൾ എടുത്ത് പറഞ്ഞിട്ട് കർത്താവ് അവരുടെ കുറ്റവും പറയുന്നുണ്ട്. ഒന്ന് വായിച്ച് കേൾക്കാം ആദ്യ ഭാഗം.
പെർഗമസിലെ സഭയുടെ ദൂതന് എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പെർഗമോസ് എന്ന് പറയുന്നത് അന്നത്തെ ഇറ്റലിയിലെ റോം കേന്ദ്രമാക്കിയുള്ള റോമൻ സാമ്രാജ്യത്തിലെ ഒരു പ്രോവിൻസ് ആയിരുന്നു. റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രോവിൻസ് ആയിരുന്നു പെർഗമോസ്, ഏറ്റവും വിസ്താരമേറിയ പ്രോവിൻസ്. ആ പ്രോവിൻസ്, ആ ഒരു പ്രവിശ്യ എന്ന് വേണമെങ്കിൽ പറയാം, ആ പ്രോവിൻസ് അത് ധാരാളം ആളുകൾ വന്നു കൂടുന്ന സ്ഥലമായിരുന്നു. ആളുകൾ ധാരാളം അവിടെ വസിക്കുന്ന സ്ഥലമായിരുന്നു. റോമിലെ ഭരണം നടത്തുന്ന ചക്രവർത്തിയുടെ ഒരു ബിംബം അവിടെ ഒരു സ്ഥലത്ത് സ്ഥാപിച്ചിരുന്നു. അന്ന് ചക്രവർത്തി പൂജ ചക്രവർത്തി നിർബന്ധിച്ചിരുന്നു. ദൈവത്തെ ആരാധിക്കരുത്, ചക്രവർത്തിയാണ് ദൈവം, ചക്രവർത്തിയെ ആരാധിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഭരണകർത്താവിനെ ആരാധിക്കണമെന്ന്. എക്കാലത്തുമുള്ളൊരു വലിയ അപകടമാണത്. ഭരണകർത്താവിനെ ആരാധിക്കുക, ഭരിക്കുന്നവരെ ആരാധിക്കുക. ബുദ്ധിയില്ലാതെ സുബോധമില്ലാതെ ചില നേതൃത്വങ്ങളെ ആരാധിച്ചു പോകുന്ന ആളുകളുണ്ട്. അന്ന് അവിടെ സ്ഥാപിച്ചിരുന്ന ഒരു ബിംബം, ആ ബിംബം അത് ഒരു പ്രത്യേക ദേവൻ്റെ ബിംബമായിരുന്നു. ഒരു ദേവൻ്റെ പേര് അത് ഒരു വടിയിൽ പാമ്പ് ചുറ്റി കയറിയിരിക്കുന്ന രീതിയിലുള്ളതായ രൂപമുള്ള ഒരു ദേവൻ, അക്യുലാപ്പിയസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു ദേവൻ, അങ്ങനെ ആളൊന്നുമില്ല. അക്യുലാപ്പിയസ് എന്ന് പറയുന്ന ആ ദൈവത്തിന് അവർ ഒരു വകുപ്പ് കൊടുത്തിരുന്നു, അവരുടെ ഭാവനയിൽ കൊടുത്തതാണ്. ആ ദൈവത്തിന് ഹീലിംഗ് പവറുണ്ട്, സൗഖ്യമാക്കാനുള്ള ശക്തിയുണ്ട്. ചില ഇതിലൊക്കെ കാണുമല്ലോ, സൗഖ്യം തരാൻ ശക്തിയുള്ള ദൈവം, ക്ഷാമം മാറ്റാൻ ശക്തിയുള്ള ദൈവം, അല്ലെങ്കിൽ പണത്തിന് ഞെരുക്കം മാറ്റാൻ ശക്തിയുള്ള ദൈവം, പാമ്പ് വരാതെ നോക്കുന്ന ദൈവം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്ന് പെർഗമോസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഈ നമുക്ക് സഹായം ചെയ്യുന്ന ഒരു ദേവൻ, ആ ദേവൻ ഹീലിംഗ്, സൗഖ്യം തരുന്ന ഒരു ദേവൻ, ആ ദേവനെയാണ് അവർക്ക് പ്രകീർത്തിച്ചിരുന്നത്. അവിടെയുള്ളെല്ലാവരും അല്ല, അങ്ങനെയുള്ള കൂട്ടത്തിൽ നിന്നാണ് ഒരുപറ്റം ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിശ്വാസികൾ നേരിട്ട് വേർപെട്ട് വന്നത്. അവരതിൽ നിന്ന് വേർപെട്ട് വന്നെങ്കിലും അവരുടെ പഴയ വിശ്വാസം മുഴുവൻ കളഞ്ഞില്ല. നമ്മൾ ഇപ്പോഴും അങ്ങനെയല്ലേ എനിക്ക് തോന്നുന്നു. കാര്യം നമ്മൾ മാനസാന്തരപ്പെട്ടെങ്കിലും ഇന്നും പള്ളിപ്പെരുന്നാളിന് ഉരുളി നേർച്ച കഴിക്കുക, പള്ളിക്ക് ചുറ്റും ഉരുണ്ട് പള്ളിക്ക് ചുറ്റും മുട്ടുകുത്തുക, ഇങ്ങനെയൊക്കെയുള്ളതായ പ്രാകൃതമായ പല കാര്യങ്ങളൊന്നും തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇന്നും കൂട്ടായ്മയിൽ വരുന്നുണ്ട് കാര്യമൊക്കെ ശരി. പക്ഷേ രാഹുകാലം നോക്കാതിരുന്നെങ്കിൽ എങ്ങനെയാണ് ഒക്കുന്നത്? രാഹുകാലം നോക്കാതെ ഒക്കെ ഇല്ലെങ്കിൽ വല്ല അപകടം വന്നാലോ, അങ്ങനെ പേടിക്കുന്നവരുണ്ട്. കല്യാണം നടത്തുമ്പോൾ രാഹുകാലം നോക്കണം, പെര വയ്ക്കുമ്പോൾ രാഹുകാലം നോക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്, നമ്മൾ കൂട്ടായ്മയിലുണ്ട്, ഇവിടെ വരുന്നവരിലുണ്ട്. എത്രയോ ഭീമമായ അബദ്ധമാണത്, എത്രയോ ഭയങ്കരമായ അബദ്ധമാണ്, തെറ്റായ കാര്യമാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, അനേകം അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിയാണ് ഇന്നും നമ്മുടെ ക്രൈസ്തവ സഭ നിൽക്കുന്നത്. അന്ധവിശ്വാസങ്ങൾ, അബദ്ധവിശ്വാസങ്ങൾ, എന്തെല്ലാമോ ഒക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. പള്ളിക്ക് ചുറ്റും ഉരുളുക, പള്ളിക്ക് ചുറ്റും മുട്ടുകുത്തുക, അല്ലെങ്കിൽ ചില കണ്ടുകാഴ്ചകൾ കൊടുക്കുക. കോഴി 10 മുട്ട എനിക്ക് വെച്ചു, അതിൽ ഒരു മുട്ടയും കേടുകൂടാതിരുന്നാൽ മുത്തപ്പന് ഒരു കോഴിയെ നേരുന്നു. ഇങ്ങനെയുള്ളതായ അബദ്ധവിശ്വാസങ്ങളും നേർച്ചകളും വഴിപാടുകളും എല്ലാം ഇന്നും നിൽക്കുന്നുണ്ട്. ഇന്നും കൂട്ടായ്മയിൽ വരുന്നവരിലും കുറേയൊക്കെ ഉണ്ട്, എല്ലാവരും അല്ലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതിൽ നല്ല ഒരു മാറ്റം വരണ്ടേ? നമുക്ക് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ മാറണ്ടേ? സത്യമായൊരു ദൈവത്തെ കിട്ടിയാൽ ഇതെല്ലാം മാറും. ജീവനുള്ള ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വന്നാൽ ഇതെല്ലാം മാറും. സാത്താൻ്റെ സിംഹാസനമാണ് ഈ പെർഗമസിലുള്ളത്. സാത്താൻ്റെ സിംഹാസനം ഇവിടെയുണ്ട്. ഈ വിശ്വാസികൾ പാർക്കുന്ന സ്ഥലത്ത് സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ അന്തിപ്പാസിനെ വധിച്ചത്. അന്തിപ്പാസ് എന്ന് പറയുന്ന വിശുദ്ധനായ ദൈവവേദലിനെ അവിടെ കൊന്നു. അതിനെക്കുറിച്ച് പറയുന്നത് ഒരു ഓടുകൊണ്ട്, പിച്ചളയും ഈയവും കൂടെ ചേർന്ന് ഓടുകൊണ്ട് ഒരു കാളയുടെ രൂപം ഉണ്ടാക്കിയിട്ട് ആ കാളയുടെ അകത്ത് ഈ അന്തിപ്പാസിനെ കയറ്റി നിർത്തി. അന്തിപ്പാസിനെ ആ കാളയ്ക്ക് ഉള്ളിൽ കയറ്റി നിർത്തിയിട്ട് എന്നിട്ട് ആ കാളയെ അതിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് അത് പൂട്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് അടിയിൽ നിന്ന് തീ കൊടുക്കുന്നു. അപ്പോൾ ഈ ലോഹമല്ലേ, അതങ്ങ് ചൂട് പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അകത്ത് ഇരിക്കുന്ന ആളുടെ സ്ഥിതി എന്താണ്?
ശ്വാസമോ കിട്ടുന്നില്ല. അങ്ങനെ നരകിച്ച് കൊല്ലുക, ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം നടന്നിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് പെർഗമം. അതാണ് പെർഗമോസ്. ദൈവത്തിന് സ്തോത്രം. ഈ പെർഗമോസിലെ ദൈവമക്കൾ അവർക്ക് ചില നന്മകളുണ്ടെന്ന് പറയുന്നു. എന്താണ് നന്മ? എന്താണ്? എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നിങ്ങൾ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എന്തൊരു നല്ല കാര്യമാണ്. നിങ്ങൾക്കൊരു നല്ല സ്വഭാവമുണ്ട്. ഇത്രയും വലിയ പീഡ വന്നിട്ടും എന്നെ നിങ്ങൾ നിരസിച്ചു കളഞ്ഞില്ല. ഇത്രയും വലിയ അന്തിപ്പാസിനെ കൊന്നിട്ട് പോലും നിങ്ങൾ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. നിങ്ങൾ എങ്കിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. ശരിയാണ്. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഒരു വിശ്വാസം കിട്ടി, ആ വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടി നാം ത്യാഗം സഹിക്കാൻ തയ്യാറാകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ നേരിടുന്നുണ്ട്. എന്തുമാത്രം ആക്ഷേപങ്ങൾ നേരിടുന്നു. നാം പുഞ്ചിരിയോടെല്ലാം കൈക്കൊള്ളുന്നു. എന്തുമാത്രം പലരും നമ്മെ പരിഹസിക്കുന്നു, അറപ്പോടെ കാണുന്നു. ദൈവമക്കൾ കൂട്ടായ്മയുള്ളവരെ അറപ്പോടെ കാണുന്ന ആളുകൾ ധാരാളമുണ്ട്. ഇതേതോ ഒരു അപകടം പിടിച്ചൊരു കൂട്ടായ്മയാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇതൊരു വെറുക്കത്തക്ക കൂട്ടായ്മയാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇല്ലേ, ഒരു വിവാഹബന്ധം പോലും അതിന് പോലും മനസ്സാകാതെ അങ്ങനെയുള്ള കൂട്ടായ്മയുള്ളൊരു വിവാഹബന്ധം വേണ്ട എന്ന് വയ്ക്കുന്ന ആളുകൾ പോലും ഉണ്ട്. കാരണം അവരുടെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ച് ഒരു അറപ്പാണ് കിട്ടിയിരിക്കുന്നത്. അറപ്പിൻ്റെ ഒരു ഇമ്പ്രഷനാണ് അവരുടെ ഹൃദയത്തിൽ, ബോധ്യമാണ് കിട്ടിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് നാം സന്തോഷത്തോടെ ദൈവത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ഇടയ്ക്ക് ഇതാ ചില മാലിന്യങ്ങൾ കിടക്കുന്നു. സാത്താൻ അവകാശമുണ്ട്. സാത്താൻ്റെ പള്ളിക്കാരവിടെയുണ്ട്. സാത്താൻ്റെ പള്ളിക്കാർ പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ നാം സാത്താൻ്റെ പള്ളിക്കാരായി മാറും. സാത്താൻ ഇടം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ വീടുകളിൽ പിറുപിറുപ്പുകളില്ലേ? ഇന്ന് നമ്മുടെ ചില പലരുടെയും വീടുകളിൽ അസ്വസ്ഥതകളില്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടക്കുറവുകളില്ലേ? എല്ലാം ഇവിടുന്ന് കേട്ടിട്ട് പോകും. നമ്മൾ ഭാര്യയും ഭർത്താവും സ്നേഹിക്കണമെന്നൊക്കെ പറയുന്നതെല്ലാം കേട്ടിട്ട് പോകും. നമ്മുടെ പ്രസംഗങ്ങളിൽ നമ്മുടെ പുസ്തകങ്ങളിലെല്ലാം ആവർത്തിച്ച് പറയുന്ന കുടുംബസമാധാനം എന്നുള്ളത്. കുടുംബസമാധാനം, ഭാര്യയും ഭർത്താവും ഒരു ഹൃദയമായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം കേട്ടിട്ട് പോയിട്ട് പിന്നെയും മുറി മാറി കിടക്കുന്ന ഭാര്യയും ഭർത്താക്കന്മാരുണ്ട്. ഭർത്താവ് കിടക്കുന്ന മുറിയിൽ കിടക്കുകയില്ല. അദ്ദേഹം ഭാര്യയുടെ മുറിയിലേക്ക് ചെന്നാൽ അവൾ അവിടെ നിന്ന് മാറിപ്പോകും. അങ്ങനെയുള്ളൊരു കൂട്ടായ്മയിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലായിരിക്കും ചിലപ്പോൾ. ഇന്നും പരസ്പരം മിണ്ടാത്ത ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. രണ്ടുപേരും വരും, കൂട്ടായ്മയിൽ വരും. ഇന്നും മദ്യപാനം വിടാത്ത ആളുകളുണ്ട്, അവരും കൂട്ടായ്മയിൽ വരും. മദ്യപാനം വിട്ടിട്ടില്ല. ഇന്നും പൊടിവലി വിടാത്ത ആളുകളുണ്ട്, അവരും കൂട്ടായ്മയിൽ വരും. പൊടിവലി വിട്ടിട്ടില്ല. ഇന്നും സിഗരറ്റ് പോയിക്ക് അത് വിടാത്ത ആളുകളുണ്ട്, അവരും കൂട്ടായ്മയിൽ വരും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചില നിഷ്ഠകളൊക്കെ വേണ്ടേ നമുക്ക്? ജീവിതത്തിൽ ചില നിഷ്ഠകൾ, ചില വ്യക്തമായ ചില തീരുമാനങ്ങൾ നമുക്ക് വേണം. ഇന്ന് ഞാനിതെല്ലാം പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ മ്ലാനത വരികയല്ല വേണ്ടത്. കർത്താവേ, ഞാനത് തെളിയിക്കും. ഇനി എല്ലാ അസമാധാനങ്ങളും എന്നിൽ നീക്കി, എല്ലാ അസ്വസ്ഥതകളും എന്നിൽ നീക്കി, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും എന്നിൽ നീക്കി. എൻ്റെ കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ചിലവഴിക്കാൻ പോകുന്നു. എൻ്റെ ജീവിതം ഞാനിതാ വേർതിരിക്കാൻ പോകുന്നു. ജീവിതത്തിൽ തീർച്ചയായിട്ടും വേർതിരിവ് ഞാൻ പാലിക്കും. ഇതുവരെ ഉള്ളതുപോലല്ല. ലോകത്തോട് ഒട്ടിച്ചേർന്നും പറ്റിച്ചേർന്നുമുള്ള ജീവിതം ഞാനിത് നിർത്തിയിരിക്കുന്നു. ലോകമനുഷ്യരോടുള്ളതായ ആ ചാർച്ചയും ഞാൻ വിട്ടിരിക്കുന്നു. എൻ്റെ കർത്താവേ, പാപത്തോട് സന്ധിയില്ലാത്ത ഒരു സമീപനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇനി പാപത്തിൻ്റെ മേൽ യാതൊരു കാരണവശാലും ഇനി ഇടം കൊടുക്കുകയില്ലെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. കർത്താവേ, ഇങ്ങനൊരു കൂട്ടായ്മ എനിക്ക് തന്നത്, പറഞ്ഞു തരുന്നൊരു കൂട്ടായ്മ എനിക്ക് തന്നു. എന്തൊരു ഭാഗ്യമായി പോയി കർത്താവേ. എൻ്റെ പൂർവികന്മാർക്ക് ലഭിച്ചില്ലല്ലോ. അവർക്ക് ഇതുപോലെ വചനം കേൾക്കാൻ പറ്റിയില്ലല്ലോ. അവരെല്ലാം ദൈവമില്ലാത്ത നിത്യതയിലേക്ക് അവർ പോയല്ലോ. എൻ്റെ കർത്താവേ, പൂർവികന്മാർ അവർ അറിയാവുന്ന രീതിയിൽ നമസ്കാരം ചൊല്ലി, അറിയാവുന്ന രീതിയിൽ നോമ്പ് നോക്കി. പക്ഷേ ഇഷ്ടക്കുറവുണ്ട്, കലഹമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, സ്വന്തപ്പെട്ടവർ തമ്മിൽ തന്നെയും പരസ്പരം വൈരാഗ്യമുണ്ട്, പകയുണ്ട്, വിദ്വേഷമുണ്ട്. പക്ഷേ ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ കൂടുമ്പോൾ ചിരിയുണ്ട്, പുഞ്ചിരിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇങ്ങനെയെല്ലാം കഴിഞ്ഞു പോയി പൂർവികന്മാരുടെ കാലം കഴിഞ്ഞ് ഇന്ന് ഞാനിത് സത്യത്തിന് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. എനിക്കത് കാണാൻ കിട്ടിയല്ലോ. സത്യമായൊരു വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അവസരമൊക്കെ തന്നല്ലോ. എൻ്റെ കർത്താവ്, നീ എന്തൊരു ഭാഗ്യമാണ് ചെയ്തു തന്നത്, എന്തൊരു മഹാഭാഗ്യം. കർത്താവെ, അതിനൊത്ത ഞാൻ നിൽക്കും എന്നുള്ളൊരു തീരുമാനവും നിശ്ചയവും ഹൃദയത്തിൽ ഇപ്പോൾ വരണം. ദൈവത്തിന് സ്തോത്രം. പറയുന്നത് ഇങ്ങനെയാണ്: നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ള ഇടമെന്നും ഞാൻ അറിയുന്നു. എനിക്കറിയാം നീ എവിടെയാണ് പാർക്കുന്നത്. എനിക്കറിയാം. നീ വലിയൊരു അവിശ്വാസികളുടെ മധ്യത്തിലാണ് നീ പാർക്കുന്നത്. ഹീനമായി ജീവിതമുള്ളവരുടെ മധ്യത്തിലാണ് നീ പാർക്കുന്നത്. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുകയാണ്, നീ പാർക്കുന്നത് അന്ധവിശ്വാസവും
അവിശ്വാസവും ദുഷിച്ച നടപടികളുമുള്ള ഒരു സമൂഹത്തിന് മധ്യത്തിലാണ് നീ ജീവിക്കുന്നത്. അത് ഞാൻ അറിയുന്നു. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. സാത്താൻ്റെ സിംഹാസനമുള്ളിടത്താണെങ്കിലും നിനക്കൊരു ഗുണം ഞാൻ കാണുന്നുണ്ട്. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. അനേകം ആളുകൾ ക്രിസ്തുവിൻ്റെ നാമത്തെ നിഷേധിച്ച് പോകുമ്പോൾ ഈ സഭ, പെർഗമോസ് സഭ, യേശു ക്രിസ്തുവിൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ഉറച്ച തീരുമാനത്തോടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു ഇതൊരു പക്ഷേ നമ്മുടെ ഒരു ചിത്രമാണ്. മറ്റാരെയും പോലല്ല നാം. ചില പ്രമാണങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. ഇല്ല, മദ്യം തൊടുകയില്ല, തീരുമാനിച്ചാൽ എന്തൊരു പേരാണ്. ഇല്ല, ഇനി നിരാശയ്ക്കിടം കൊടുക്കുകയില്ല, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയില്ല. എന്തൊരു ഭാഗ്യമാണത്. ഇല്ല, ഇനി ആരോടും വഴക്കടക്കുകയില്ല, ഹൃദയത്തിൽ കൈപ്പ് വെച്ചുകൊണ്ടിരിക്കുകയില്ല. എന്തൊരു ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ വീണ്ടും നിങ്ങളുടെ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ദാഹം ഇന്നുണ്ടോ? ആത്മാക്കളെ കുറിച്ചുള്ള ദാഹം ഇന്നുണ്ടോ? ആത്മാക്കൾ, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾ, സത്യം അറിയാതെ, സത്യം വിശ്വസിക്കാതെ തിന്മയിലേക്ക് ഒഴുകിപ്പോകുന്ന ആത്മാക്കൾ, ആ ദാഹം നിങ്ങൾക്ക് വരുന്നുണ്ടോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതായ ദാഹം എനിക്ക് തരണമേ. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം, എങ്ങനെയും അനേകർ ഈ സുവിശേഷത്തിൽ കേൾക്കണമെന്നുള്ളതായ ദാഹം, സുവിശേഷം കേൾപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ അയക്കണമെന്നുള്ളതായ ദാഹം, ആരെയെങ്കിലും ആത്മാവുള്ള ആരെയെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയാനായിട്ട് പറഞ്ഞു വിടണമെന്നുള്ളതായ ദാഹം, ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതായ ദാഹം. നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു സമൂഹം നഷ്ടപ്പെട്ടു പോകുന്നു. കൂട്ടം കൂട്ടമായി, ആയിരം ആയിരമായി, ലക്ഷം ലക്ഷമായി അനേകർ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരാശപ്പെടാനല്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ രീതിയിൽ പോയാൽ ഇപ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ എത്ര പേര് കാണും കർത്താവിൻ്റെ സന്നിധിയിൽ? പറന്നു വീരാൻ എത്ര പേരുണ്ടാകും? ചിലർ ചിന്തിക്കും, സാറിങ്ങനെ പറയുന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഞാൻ നരകത്തിലേ പോവുള്ളൂ. ഇത് നരകത്തിലെ പോകണമെങ്കിൽ പിന്നെ എന്നാൽ ഇത്തിരി വേണ്ടതിന് കാണിച്ചാൽ ഏതായാലും നരകത്തിലേ പോവുള്ളൂ, എന്നാൽ പിന്നെ കുറച്ച് പാപം ചെയ്യാം. അങ്ങനെ ചിന്തിക്കുന്നവർ പോലും നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. ഏതായാലും നരകത്തിൽ ഞാൻ പോവുള്ളൂ, എന്നാൽ കുറച്ച് പാപം ചെയ്യാം. ഇങ്ങനെ ചിന്തിക്കുന്ന അബദ്ധവിശ്വാസികൾ പോലും നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങളൊന്ന് ഗൗരവമായി ഒന്ന് ചിന്തിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്ന് നേടേണ്ടത് നേടിയോ? നിത്യതയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും സമ്പാദിച്ചുവോ? നിത്യജീവന് വേണ്ടി ഞാൻ എന്തെങ്കിലും നേടിയോ? എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല. ഈ ജീവിതത്തിൽ ചുരുങ്ങിയ ആയുസ്, കർത്താവേ, ഇന്ന് ഈ ഭൂമിയിലേക്ക് കിട്ടിയിരിക്കുന്ന ഈ ആയുസ് അത് നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല. കർത്താവേ, ഇന്ന് മനുഷ്യൻ സംസ്കാരത്തിൽ വളർന്നു, പരിഷ്കാരത്തിൽ വളർന്നു, ശാസ്ത്രബോധത്തിൽ വളർന്നു, വളരെ ജ്ഞാനത്തിൽ വളർന്നു, പലതിലും വളർച്ചയുണ്ടായി. പക്ഷേ ആത്മീയമായി അധപ്പതിച്ചു പോയിരിക്കുന്നു, ആത്മീയമായി തകർന്നു പോയിരിക്കുന്നു. ദൈവമില്ലാത്തൊരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരാധനാ സ്ഥലങ്ങളിൽ യുവാക്കന്മാരെ കാണുന്നില്ല. ചെറുപ്പക്കാർ ആരാധനാ സ്ഥലങ്ങളിലേക്ക് വരുന്നില്ല. അവർ ഇൻ്റർനെറ്റിൻ്റെ പിറകെ വല്ല ഇൻ്റർനെറ്റ് കഫേയിലും പോയി അവിടെ ഇൻ്റർനെറ്റിലെ ചാറ്റിംഗ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വേണ്ടാതനത്തിലേക്ക് പോകാനുള്ളതായ വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. തിന്മയിലേക്ക് പോകാനുള്ള വഴികളിലൂടെ ചെറുപ്പക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സങ്കടത്തോടെ ഓർക്കുകയാണ്, എൻ്റെ കർത്താവേ, ദൈവത്തിന് സ്തോത്രം. നാം പിള്ളേരെ വളരെ കാര്യമായിട്ട് ഓമനിച്ച് പഠിപ്പിച്ചു, നന്നായി വളർന്നു വന്നു, നല്ലോണം പഠിച്ചു. അപ്പൻ്റെ വേണ്ടി പ്രത്യേക ശ്രദ്ധയിൽ തന്നെയാണ് പഠിച്ചത്. ദുസ്വഭാവം ഒന്നും പഠിച്ചില്ല. പക്ഷേ അവനെ ഒരു പ്രൊഫഷണൽ കോളേജിലേക്ക് വിടുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിലേക്ക് വിടുന്നു. കോളേജിൽ ചെന്ന് അവിടെ 1-ാം വർഷ വിദ്യാർത്ഥിയായിട്ട് ചെല്ലുമ്പോൾ ഒരു ദിവസം 2-ാം വർഷ വിദ്യാർത്ഥികൾ പറയുന്നു, നീ ഇന്ന് ഞങ്ങളുടെ മുറിയിലേക്ക് വരണം. പാവം പേടിച്ചു വിറച്ചുപോയി. അവൻ അവരുടെ മുറിയിലേക്ക് ചെല്ലുന്നു. ആദ്യം അവനെ തല്ലിയാണ് സ്വീകരിക്കുന്നവർ, തല്ലി. അത് കഴിഞ്ഞ് നമ്മൾ ഓമനിച്ച് വളർത്തുന്ന കുട്ടികളാണ്, നമ്മൾ താലോലിച്ച് വളർത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, ഒരു തെറ്റും പറ്റരുത് എന്നുള്ള നിർബന്ധത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ. അവർ 1-ാം വർഷ വിദ്യാർത്ഥിയെ, അവിടെ 2-ാം വർഷ വിദ്യാർത്ഥികൾ അവർ എന്തെല്ലാമോ ഒക്കെ ചെയ്യുന്നു. പിന്നെ പറയുന്നു, ഞങ്ങൾക്ക് നീ രൂപ തരണം. അയ്യോ, എൻ്റെ കയ്യിൽ രൂപയൊന്നുമില്ലല്ലോ. അടിയ, പിന്നെ പുറത്തേക്ക് കൈമുട്ടുകൊണ്ട് ഇടിക്കുക, പിന്നെ ചങ്കിലേറ്റിടിക്കുക. അവൻ ബോധം കെട്ട് വീഴുന്നു. അവർക്ക് ചേതമല്ലുണ്ടോ? ഇടിക്കുന്നതിന് ചേതമൊന്നുമില്ലല്ലോ, പാവം കൊച്ചൻ വീണു പോയതിൽ. വീണ്ടും അടുത്ത് അവൻ ഒരു ദിവസം തന്നെ രക്ഷപ്പെട്ടു പോന്നു. അവരുടെ മർദ്ദനമുറകളിലെ കഴിഞ്ഞവൻ രക്ഷപ്പെട്ടു പോന്നു. പിറ്റേ ആഴ്ച 3-ാം വർഷ വിദ്യാർത്ഥികൾ വിളിക്കുന്നു, ഇനി ഞങ്ങളുടെ മുറിയിലേക്ക് വരണം. അയ്യോ, പേടിച്ച് ഇതുപോലെയാണല്ലോ ഇനി എനിക്ക് വരാൻ സംഭവിക്കാൻ പോകുന്നു. പേടിച്ച് വിറച്ച് ആലില പോലെ വിറച്ച് അവൻ ചെല്ലുന്നു. അന്ന് അതിനേക്കാൾ ക്രൂരമായ പീഡനങ്ങൾ. റാഗിങ് എന്നുള്ള ഓമന പേരുണ്ട്, റാഗിങ്. ദൈവത്തിന് സ്തോത്രം. പിന്നെയാണ് ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ വിളിക്കുന്ന ഒരു ദിവസം.
അതോടുകൂടി അവന് ലക്ക് കെട്ടതുപോലെയായി പാവം കൊച്ചൻ, സുബോധമില്ലാത്ത പോലെയായി. അവൻ പറഞ്ഞു, എനിക്കിനി പഠിക്കണ്ട, ഞാൻ കോളേജിൽ പോകുന്നില്ല. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ പ്രായമായവർക്ക് ചിന്തിക്കുന്നതിൽ ഇതൊക്കെ അറിയുന്നുണ്ടോ? നിങ്ങളുടെ മക്കൾ കോളേജിൽ പോയിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ എന്തെല്ലാം ദുഷ്ടപ്രവൃത്തികളാണ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അനേകം വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്ന് നല്ല മര്യാദക്കാരായിട്ട് പോയി അവിടെ സൺഡേ സ്കൂൾ പഠിച്ചു, മദ്ബായിൽ കയറി ശുശ്രൂഷ ചെയ്തു, തൂക്കുറ്റി വീശി, ഇതൊക്കെ ചെയ്തു. അവിടെ ചെല്ലുമ്പോൾ ബൈക്കിൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് കറങ്ങി നടക്കുന്നു. രാത്രി എപ്പോഴോ ഏതോ ലോഡ്ജിൽ കടന്ന് അന്ന് രാത്രി കഴിച്ചിട്ട് പ്രഭാതത്തിൽ അവളെ ഹോസ്റ്റലിൽ കൊണ്ടുവിടുന്നു. ഇതൊക്കെ നടക്കുന്നത് നിങ്ങൾക്കറിയാമോ? ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാമാണ് ഇന്ന് നടക്കുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. വളരെ ഓമനിച്ച് ആലോചിച്ച് വളർത്തിയ കുട്ടികളാണ് പാവങ്ങൾ. അവരെ ഇതുപോലെ അവമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളതായ ദുഷിച്ചൊരു തലമുറയിൽ നാം ജീവിക്കുന്നു. നാം എത്ര വിശുദ്ധിയുള്ളവരായിരിക്കണം. കണ്ണീരോടെ പ്രാർത്ഥിക്കണം, മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കണം. മക്കൾ എൻ്റെ കർത്താവേ നഷ്ടപ്പെട്ടു പോകല്ലേ, അപകടത്തിലേക്ക് പോകല്ലേ, അവർക്ക് കേടൊന്നും വരല്ലേ, പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അന്ന് സാത്താൻ്റെ സിംഹാസനമുള്ളിടത്ത് പെർഗമോസ് സഭ നിൽക്കുന്നു. അത് ഇവിടെ അപ്പോസ്തലന് ദൈവത്തിൻ്റെ വെളിപ്പാട് കിട്ടി. സ്തോത്രം. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ, ഞാൻ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? സാത്താൻ്റെ ആധിപത്യം ഉള്ളിടത്താണോ ഞാൻ നിൽക്കുന്നത്? അതെ, അങ്ങനെ തന്നെ. ഞാനിന്ന് എവിടെയാണ് നിൽക്കുന്നത്? അഴുക്കും അശുദ്ധിയും തേരോട്ടം നടത്തുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അഴുക്കും അശുദ്ധിയും അന്ധവിശ്വാസവും അവിശ്വാസമുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ആകെ ചുറ്റിൽ നിന്നും എൻ്റെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് തിന്മകൾ അടിച്ചു കയറുന്ന സമൂഹത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാനും എന്നോടുകൂടിയുള്ള ആളുകളും എൻ്റെ കർത്താവേ വിശുദ്ധിയിൽ നിൽക്കാൻ ഭാഗ്യം തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. വിശുദ്ധിയെ തുടർന്ന് വിശുദ്ധിയിൽ നിലനിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും ശിരസിന്മേലോട് തൃക്കരം വയ്ക്കണമേ. എല്ലാവരെയും നന്മകളാൽ അലങ്കരിക്കണമേ. രാജ്യത്തിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കി എല്ലാവരെയും അവിടുത്തെ കിരീടം ധരിപ്പിക്കുവാൻ തക്കവണ്ണം ഒരുക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.